ഹായ്, നമ്മുടെ പാസ്വേഡുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ടെൻഷൻ അടിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ജിമെയിലിന്റെയൊക്കെ പാസ്വേഡ് നഷ്ടപ്പെട്ടു പോയാൽ വളരെയധികം ടെൻഷനാണ്. പക്ഷേ ഇനി അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണിച്ചു തരാം. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് അത്യാവശ്യം അറിയുന്നതായിരിക്കും, പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ അടിപൊളി ഓപ്ഷൻ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ പാസ്വേഡുകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു അടിപൊളി സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, രണ്ട് സെറ്റിംഗ്സുകൾ കാണിച്ചു തരാം. ആദ്യത്തെ വളരെ സൂപ്പറാണ്, രണ്ടാമത്തെ അതിലും സൂപ്പറാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ സെറ്റിംഗ്സ് നോക്കുക. അതിനായി നമ്മൾ ചെയ്യേണ്ട സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഇമെയിൽ ഐ ഡി എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ താഴേക്ക് നമുക്ക് പല ഇമെയിൽ ഐ ഡികൾ കാണുന്നുണ്ട്, അതെല്ലാം നമുക്ക് നോക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട താഴെ നമുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ, ആ സെക്യൂരിറ്റിയിലാണ് നമുക്ക് പോകേണ്ടത്. സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇനിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴേക്ക് വരിക, കുറച്ച് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ ഞാൻ ഏകദേശം 28ഓളം ആപ്ലിക്കേഷനുകളുടെ ആപ്പുകളുടെ പാസ്വേഡ് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങളുടെ എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിലും അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്യണോ പാസ്വേഡ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ സേവ് ചെയ്ത പാസ്വേഡുകളാണ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കണ്ടില്ലേ, ജസ്റ്റ് ഞാൻ ഇവിടെ ഗോഡാഡി എന്ന് പറഞ്ഞ സൈറ്റ് എടുത്തിട്ടുണ്ട്, ആപ്പ് എടുത്തിട്ടുണ്ട്. അതിലുള്ള പാസ്വേഡ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. നമുക്ക് പാസ്വേഡ് കറക്റ്റ് ആയിട്ട് കാണാൻ ഈ ഐ ബട്ടൺ ഉണ്ടല്ലോ, ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ആ കോപ്പി ബട്ടൺ ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ തൊട്ടടുത്ത് ഇവിടെ എഡിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അടിപൊളി ഒരു ഓപ്ഷനാണ്, അത് ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഓപ്പോ ആണ്. ഓപ്പോ, വിവോ, റെഡ്മിയിലൊക്കെ ഓക്കെയാണ്. സാംസങ്ങിൽ ഇത് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ എടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്, അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പേസ്റ്റും ഓട്ടോഫില്ലും വരുന്നുണ്ട്. ആ ഓട്ടോഫില്ലിൽ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നില്ലേ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടില്ലേ, പാസ്വേഡിന്റെ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നില്ലേ, അവിടെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എല്ലാ പാസ്വേഡുകളുടെ എല്ലാ ആപ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ആപ്സിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് നോക്കി നോക്കുക. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഫേസ്ബുക്ക് എനിക്ക് 4-5 ഫേസ്ബുക്ക് അക്കൗണ്ടുകളുണ്ട്. അതിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോന്നിന്റെ പാസ്വേഡുകളും താഴെ കാണിക്കുന്നുണ്ട്. പാസ്വേഡ് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക.